ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഓണമൊക്കെ ആയി വരാറായി. അപ്പം ഓണത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഞാൻ വന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ കുറച്ച് ഓർമ്മകളുള്ള, എന്താ പറയുക, നല്ല ഓർമ്മകളുള്ള ഒരു ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഒന്നുമല്ല, ഓണത്തിന് എൻ്റെ ഒരു കൊച്ചിലുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഓർക്കുന്ന കാര്യം വെച്ചാൽ ഓണത്തിന് എൻ്റെ അച്ഛൻ ഇട്ടുകൊണ്ടിരുന്ന ഓണപ്പാട്ടുകളാണ് കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സോങ്സ് വന്നുകൊണ്ടിരിപ്പുണ്ട്, എല്ലാം അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടെന്ന് പറയാനായിട്ട് ഓണത്തിന് ഇറങ്ങിയ നമ്മുടെ രമ്യ നമ്പീശൻ പാടിയ ഏഷ്യാനെറ്റിന് വേണ്ട ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി ട്രെൻഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം ഇറങ്ങിയ കുറച്ച് പാട്ടുകളുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ എങ്കിലും പഴയ പാട്ടുകൾക്ക് പ്രത്യേകം ഒരു രസമുണ്ട് കേട്ടോ. അപ്പം പണ്ടുള്ള പാട്ടിലൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടില്ല, പിന്നെ അന്വേഷിച്ച് നമ്മളായി. ഇനി അടുത്തുള്ള ജനറേഷനുള്ളവർക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയാം ഇപ്പോഴത്തെ പിള്ളേർക്ക്. പക്ഷേ എങ്കിലും അത് ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം വെച്ചാൽ ഓണപ്പാട്ട് തന്നെയാണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് യേശുദാസിൻ്റെ പഴയ പാട്ടുകളാണ്. എന്ന് വെച്ചാൽ പണ്ട്, ഇന്ന് നമ്മുടെ എന്തു പറയാനായിട്ട് ഇത്ര വലിയ സ്പീക്കർ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജേബിലൊരു പാർട്ടി ബോക്സ് എടുത്ത് വയ്ക്കുന്നു, ഉടനെ ഒരു പാട്ടെടുത്തിടുന്നു. അപ്പം ഇതൊക്കെയാണ് മിക്കവാറും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഓർമ്മയുള്ളത്, അച്ഛൻ വന്നിട്ട് അന്ന് ഓണം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് അന്ന് സ്പീക്കർ എന്നുള്ള സംഗതി കുറവാണ്. ഇന്നത്തെ പോലത്തെ രീതിയിലുള്ള സ്പീക്കറും കാര്യങ്ങളൊന്നും അല്ല അന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എനിക്കത് പറയാൻ പേരൊന്നും അറിയത്തില്ല. സ്പീക്കറിൻ്റെ ആ ഒരു ഇത് അകത്ത് വയ്ക്കത്തില്ലേ, അതിന് ഒരു വലിയ കലത്തിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു പെട്ടി പോലെ ഒരു സംഗതി അടച്ചിട്ട് അതിൻ്റെ അകത്തോ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബീറ്റ് കറക്റ്റ് കിട്ടാനാണ്. എനിക്കറിയത്തില്ല, അന്നൊക്കെ ഞാൻ വിചാരിച്ചാൽ ഇതിങ്ങനെ വെച്ചാലേ വർക്ക് ആവത്തുള്ളൂ അല്ലേ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എനിക്ക് അച്ഛന്ന് ഈ കലങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന കടയിലൊക്കെ പോയിട്ട് വലിയ കലം എന്ന് വെച്ചാൽ മൺകലമാണ് കേട്ടോ. ഈ മൺകലം മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ വട്ടത്തിൻ്റെ അകത്ത് ആ വാവട്ടം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ സ്പീക്കറിനെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഓണ ടൈം ആകുമ്പോഴത്തേക്ക് പാട്ട്. ബാക്കിയുള്ള ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നത് അച്ഛൻ നോർമലായിട്ടുള്ള പെട്ടി മറ്റേ ബോക്സ് അടിച്ചതിൻ്റെ അകത്തൊക്കെയാണ് ഇത് വെക്കുന്നത്. വെച്ചാൽ അതിൽ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആ സ്പീക്കർ എഫക്റ്റ് കിട്ടാനായിട്ടാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് കുറേ നാളായിട്ടാണ് നമ്മളെ വീട്ടിൽ ഫിലിപ്സിൻ്റെയൊക്കെ സ്പീക്കറൊക്കെ മേടിക്കുന്നത്. അതിന് മുമ്പവരൊക്കെ ഈ ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചേച്ചിയുടെയൊക്കെ കൊച്ചിയുടെയൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കാസറ്റായിരുന്നു. മറ്റേ അത് പൊട്ടിച്ച് നമ്മളിങ്ങനെ വെറുതെ വെച്ച് മതിൽ കെട്ടി കളിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. കാസറ്റ് പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു, അതിനുശേഷം വരെ VCD എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല കറക്റ്റായിട്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ CD തുടങ്ങിയായിരുന്നു. ഇപ്പോൾ CD ഇല്ല. പിന്നെ അടുത്ത പിള്ളേർക്ക് പറയാൻ പറ്റും, ഇപ്പോൾ പെൻഡ്രൈവ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ CD ഒക്കെ പണ്ടത്തെ കാലത്തായിരുന്നു പിള്ളേർ പറയും. അപ്പം ഇതാണ് അന്നത്തെ കാര്യത്തിൽ നടക്കും. അപ്പോൾ CD ഇടും, ഓണപ്പാട്ടിൻ്റെ CD എടുത്തിടും, സ്പീക്കറിനകത്ത് കണക്ട് ചെയ്യും, സൗണ്ടും 7-8 വീട് കേൾക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച ഓണം വന്ന്. അന്ന് രാവിലെ ആകുമ്പോൾ ഓണത്തിന് ഇത്രയും ദിവസം വളയൊക്കെ ഇട്ടിട്ട് ഒരു മഞ്ഞത്തോർത്ത് ഉടുപ്പിച്ച് അങ്ങ് ഇറക്കും. ഉടുപ്പിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഓണക്കോടി ഇടും, എൻ്റെ പുറത്ത് ഒരു തോർത്തിട്ടിട്ട് മഞ്ഞക്കോടിയായിട്ട് തലയിട്ടിരും. കൊച്ചു പിള്ളേരെ പോലെ മഞ്ഞക്കോടി ഇട്ട് ആ പ്രായമല്ല, വലുതായി തുടങ്ങിയല്ലോ. അപ്പം എന്തിനാണ് 1ാം ക്ലാസ് 2ാം ക്ലാസ് കഴിയുമ്പോൾ ഈ കഴുത്തിൽ കൂടെ അല്ലെങ്കിൽ കയ്യിൽ ഈ മഞ്ഞക്കോടി കെട്ടണേ എന്നുള്ളത് എനിക്കിന്നും അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാനും എൻ്റെ അപ്പുറത്തുള്ളൊരു കൂട്ടുകാരിയുണ്ട്, അവളും കൂടെ ചെന്നിട്ട് മതിലിൻ്റെ അടുത്ത് നിൽക്കും, ഓണം വന്ന് എന്ന് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും. ഓണം ആയതുകൊണ്ടാണ് വളയിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഇടാൻ ഓരോ വളയാണ്. ഇതൊന്ന് അവിട്ടത്തിനൊന്ന്, തിരുവോണത്തിനൊന്ന്, ഉത്രാടത്തിനൊന്ന്, അങ്ങനെ ഓരോ ദിവസം വള, ഓരോ ഡ്രസ്സ്, ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ രീതികൾ. അപ്പം ഈ സ്പീക്കറിനകത്ത് ഈ പാട്ടിടുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ട് കേട്ടോ. പക്ഷെ അന്ന് എന്തൊരു ഈ പാട്ടുകൾ ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞ് എൻ്റെ ആ ഒരു കൊച്ചിലത്തെ ഏജൊക്കെ മാറി ഇന്ന് ഫാമിലി പ്രാരാബ്ദം, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ പറയാനായിട്ട് ഈ പാട്ടൊക്കെ ഇത്രയും അടിപൊളി അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. വെച്ചാൽ ഒന്നാമത്തെ പാട്ടിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിനകത്ത് വരുന്നുണ്ട്. എന്തുവാണ് ആ പാട്ട്, എൻ്റെ പേര് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ മറന്നു. ഇത്തിരി
ഈ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴല്ല കുറച്ച് നാളായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ പിന്നെ റീമിക്സ് ഇറങ്ങി, ഫാസ്റ്റ് കട്ട് ഇറങ്ങി, ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ മുമ്പ് തുടങ്ങിയതാണ് പിന്നെ പറ നിറയെ പൊന്നിളക്കും പൗർണ്ണമി രാവായി. അതിൽ പൂവേ പോലെ അത് ഇത്രയും പോർഷൻ കട്ട് ചെയ്താണ് മിക്കവർ സ്റ്റാറ്റസ് ആയിട്ട് ഓണാകുമ്പോഴത്തെ ഇടുന്നത്. അപ്പം ഈ പാട്ടാണ് അന്ന് എനിക്ക് പൂവേ പോലെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഊഞ്ഞാലാടി മേളിൽ പോയി തൊട്ട് താഴെ തിരിച്ചു വരും, മനസ്സിലായി. അപ്പം ഇതാണ് നമ്മളത് കേൾക്കുന്ന പാട്ടുകൾ. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും രസമുള്ളത് ഉത്രാട പൂനിലാവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അടുത്ത ഓണപ്പാട്ടുകളാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പാടി പുള്ളിക്കാരി ആരെന്ന് അറിയത്തില്ല, പക്ഷെ കേൾക്കാൻ അടിപൊളിയുണ്ട്. എൻ ഹൃദയപ്പൂത്താരം നിറയെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, വരുവോ രാജാവേ എന്ന് പറഞ്ഞൊരു പാട്ട്. അയ്യോ അതെന്ത് രസമെന്ന് അറിയാമോ. വെച്ചാൽ മാവേലിയെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംഗതി ചെയ്തിരിക്കുന്നത്, പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ള സോങ്ങാണ് കേട്ടോ. ഇനി ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് ഞാൻ പറഞ്ഞ ഒരു സോങ്സ് ഉണ്ട് കേട്ടോ. അത് ഇത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ആ ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേൾക്കാൻ പറ്റിയ മെലഡീസാണ് കേട്ടോ. ഈ ഓണ മെലഡീസിലായിട്ട് വെച്ചാൽ ഓണത്തിൻ്റെ മെമ്മറീസിൽ ഇപ്പം നമുക്കിനി അങ്ങോട്ടൊരു കാലത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അന്നത്തെ ആ കുട്ടിക്കാലമോ അല്ലെങ്കിൽ അച്ഛനോ അന്നുണ്ടായിരുന്ന ആരും കുറച്ച് ആൾക്കാർ ഇന്ന് കൂടെ ഇല്ല, പക്ഷേ ആകെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല ഓർമ്മകളാണ്. ഇത് ഇപ്പം ഇന്നൊരു വീഡിയോ ആയിട്ടിടുന്ന ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മളെ വയസ്സാം കാലത്തായിരിക്കും അന്ന് നോക്കുന്നത്, അയ്യോ ഈ ഒരു വീഡിയോ ഞാൻ അന്ന് എടുത്തിട്ടുണ്ട്, അന്ന് ഈ ഓണത്തിനെ പറ്റിയിട്ടായിരുന്നു. അപ്പം നമ്മളെ മക്കളായിരിക്കും അത് കാണുന്നത്, മനസ്സിലായി. അപ്പം കുറച്ച് പേര് എനിക്ക് തോന്നുന്നു വെച്ചാൽ കുറച്ച് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി ഈ പാട്ടിൽ. ഞാൻ 2 ദിവസം മുമ്പ് ഓണപ്പാട്ടിനെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം സ്കൂളിൽ ആവശ്യത്തിന് നോക്കിയപ്പോൾ ഈ പണ്ടത്തെ പാട്ടിലിട്ട് അപ്പോൾ എനിക്ക് സങ്കടം വന്ന കുറച്ച് പാട്ടിലുണ്ട്. ഞാൻ പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ്. അങ്ങനെ പിന്നെ ആലോചിച്ച് നോക്കിയപ്പം അതൊക്കെ നല്ലൊരു ഗുഡ് മെമ്മറി ആയിട്ട് മാറി. അപ്പം അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇപ്പം മുടിപ്പൂക്കൾ വാടിയാലെന്നോമനെ നിൻ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ അസാധ്യമായ പാട്ടാണ്. ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് പറയുന്ന ഒരു സോങ്ങാണ്. എന്ന് വെച്ചാൽ നിൻ്റെ ചിരി ഒരിക്കലും മാഞ്ഞു പോവല്ലേ എന്നാണ് പുള്ളിക്കാരൻ ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒരു ലാസ്റ്റ് ഒരു പോർഷനായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കനകത്തിൻ ഭാരം എന്തിനോമനെ എൻ്റെ പ്രണയം തന്നെ നിൻ്റെ ആഭരണമല്ലേ എന്ന് പറഞ്ഞൊരു പോർഷൻ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവൻ്റെ പ്രണയമാണ് ഏറ്റവും വലിയ ഒരു ആഭരണമായിട്ട് നിനക്ക് ഭംഗിയാക്കി വരുന്നത് എന്നാണ് അതിൽ വരിയിൽ. ഇത് കേട്ട സെക്കൻഡ് പോർഷൻ എന്ന് വെച്ചാൽ നിലയ്ക്കാത്ത പണം എന്തിനോമനെ മടിയിൽ നിന്ന് കൺമണികളില്ലയോ. അപ്പോൾ പൈസയുടെ ആവശ്യമില്ല, ഏറ്റവും വലിയ ധനമാണ് മക്കളെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ഓരോന്നിരുന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രണയം എന്തെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സോങ്സ് അടിച്ചു നോക്കുക. ഓണത്തിന് മുടിപ്പൂക്കൾ വാടിയാൽ എന്നെന്നും പറഞ്ഞിട്ട് യേശുദാസ് എന്ന് പറഞ്ഞ് അടിച്ചു വെക്കുക. ഈ ഒരു മനോഹരമായ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു വിരഹത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രണയം ബ്രേക്കപ്പ് അങ്ങനെ ആയിട്ടുള്ളൊരു സ്റ്റേജിലിരിക്കുകയാണെങ്കിൽ ഏറ്റവും കേൾക്കാൻ അടിപൊളി ഒരു പാട്ടാണ് പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടൻ പല്ലവി പരിചിതമല്ല എന്നറിവിടോ ഉണർന്നപ്പോഴാ സാന്ദ്രഗാനം നിലച്ചു ഉണർത്തിയ രാക്കിളി എവിടെയെന്നാണ് വെച്ചാൽ ആ ഒരു വിരഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ആ ഒരു മയക്കത്തിൽ ഞാനൊരു പാട്ട് കേൾക്കുകയാണ്, ആ ഉണർത്തിപ്പോയ ആ കിളി എവിടെയെന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന വെച്ചാൽ ഓണത്തിൻ്റെ കുറേ ഓർമ്മകൾ കാര്യങ്ങൾ ആ ഒരു വിരഹം ഇതാണ് ഈ ഒരു സോങ്ങിലോട്ട് പോകുന്നത്. ഇതൊക്കെ നൈസായിട്ട് രാത്രി നമ്മൾ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആലോചിച്ചൊക്കെ കിടക്കാനായിട്ട് മെമ്മറിയിലോട്ട് പോകുന്നവരാണെങ്കിൽ ബെസ്റ്റ് സോങ്ങാണ് കേട്ടോ. പക്ഷെ നമ്മളാ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴും എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സോങ്ങാണ്. ഇതിൻ്റെ കട്ടിയൊരു അടുത്തത് പറയുന്നത് തോണിക്കാരനും അവൻ്റെ പാട്ടും കൂടണഞ്ഞു പറഞ്ഞൊരു പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു തോണിക്കാരൻ പുഴയിലൂടെ പോകുമ്പം അവൻ വെള്ളം തുഴഞ്ഞു പോവുകയാണ്. അപ്പം അവൻ നൈറ്റ് പണ്ടത്തുള്ള തോണിക്കാരെ പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ തോണിക്കാരൻ ഇപ്പം ഇല്ല, അപ്പം അവൻ്റെ പാട്ടും അതോടുകൂടി തീർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട് കേട്ടോ. എന്തോന്നാണ് പ്രണയവേദന അറിഞ്ഞവർക്കായി 2 വരി പാടാം എന്ന് പറഞ്ഞിട്ടൊക്കെ അതും ഇതേപോലെയാണ്. ഇത് ആലോചിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും ആ വരികൾ. എന്ന് വെച്ചാൽ ഇപ്പം ഒരുമിക്കാതെ പോയവർ അല്ലെങ്കിൽ ബ്രേക്കപ്പായി പോയവർ അല്ലെങ്കിൽ എന്തു പറയാനായിട്ട് ഈ ഒരു സ്നേഹം അങ്ങനെയുള്ള സംഗതിൻ്റെ അതുകൂടി പോയവരാണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് സോങ്സാണ് ഇങ്ങനെ വരുന്ന കുറച്ച് കാറ്റഗറിയിലത്തോട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഏതുണ്ട്, ഇങ്ങനെ കുറച്ച് ഓണപ്പാട്ടുകളുടെ ലിസ്റ്റിലേക്ക് അടിച്ചു നോക്കുമ്പോൾ പിന്നെ ഉത്രാട പൂനിലാവേ വാ എന്നുണ്ട് പറയുന്നത്, മുറ്റത്തെ പൂക്കളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇതും സൂപ്പറായിട്ടുള്ള പാട്ട് തന്നെയാണ്. പിന്നെ സ്ഥിരമായിട്ട് നമുക്ക് ഏത് പറയാനായിട്ട് തിരുവോണപ്പൂലരി എന്നിട്ട്
തിരുവോണ എന്തൊരു പാട്ടുണ്ടല്ലോ, തിരുമുൽക്കാഴ്ചയുമായി തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഇതൊക്കെ പഴയ പാട്ടുകളാണ്. അടിപൊളിയായിട്ടുള്ള കുറച്ച് ഓണപ്പാട്ടിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ ഞാൻ ഈ എടുത്തെടുത്ത് പറഞ്ഞത്. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, ഓർക്കാനായി മനോഹരമായിട്ടുള്ള കുറച്ച് ഓണപ്പാട്ടുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ആഘോഷത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പഴയ പാട്ടുകൾ പറ്റുമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കുട്ടികൾ അതിൻ്റെ മീനിങ്സ് എന്താണെന്ന് കരുതി. ഇപ്പോഴത്തെ അടിപൊളി പാട്ടുകളൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി മീനിങ്സും അർത്ഥവും കാര്യങ്ങളൊക്കെ കിടക്കുന്നതും പണ്ടുള്ളവർക്ക് നല്ലൊരു നൊസ്റ്റാൾജിയ ഫീലിലോട്ട് പോകാൻ പറ്റിയതായിട്ടുള്ള സോങ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് സോങ്സാണ്. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് സോങ്സ് കേട്ടപ്പോൾ അതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. ഇങ്ങനത്തെ കുറച്ച് ഓണം ഇപ്പം ആ പാട്ടിലൊന്നും ഇടുന്നില്ല. ഞാനിതിപ്പം ഫ്രീ ആവുന്ന ടൈമിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് എടുത്തിടും, അയ്യോ അങ്ങനെ കേൾക്കും, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു സുജാത പാടിയ ഒരു പാട്ടുണ്ട്, യേശുദാസൻ പാടിയിട്ടുണ്ട്. അത് നമ്മുടെ ടോവിനോയുടെ സിനിമയിൽ ടോവിനെ അത് ട്യൂണ് മാറ്റി പാടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പോർഷൻ കേട്ട് നോക്കണം. കോമഡി അല്ല, സീരിയസ് ആയിട്ട് അടിപൊളി പാട്ടാണ് കേട്ടോ. ആരോ കമഴ്ത്തി വെച്ച ഓട്ടുരുളി പോലെ എന്നും പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ അതിലും ഇതേപോലെ കുറേ അർത്ഥങ്ങളുള്ള കുറച്ച് അടിപൊളി മെമ്മറീസ് മാത്രമുള്ള കുറച്ച് സോങ്സാണ്. ഇത് എനിക്കിഷ്ടപ്പെട്ടുള്ള കുറച്ച് ഓണപ്പാട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള നല്ല മെമ്മറീസും നല്ല നല്ല സോങ്സും അറിയാമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള എന്തെങ്കിലും നല്ല ഓർമ്മകളുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഇതേപോലെ പറയാനായിട്ട് വരും. ഒത്തിരി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ.